എൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ എല്ലാവരും വന്നോളൂ. സോമി, ബാബ, അല്ലമീൻ. കഞ്ചാവ് വലിക്കാനും അതുപോലെ തന്നെ മനുഷ്യന് തലയോട്ടിയൊക്കെ കൊണ്ടുവിടെയൊക്കെ വന്നിരിക്കുമായിരുന്നു. ഗായ്സ്, ഇതൊക്കെ നമുക്ക് ചില സ്ഥലങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ ജീവിതത്തിൽ. അങ്ങനെ ഒരു സ്ഥലമാണിത്, രക്ഷയില്ല. ഗായ്സ്, ഇവിടെ വരണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അല്ലമീൻ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ക് മച്ചന്മാർക്കും സ്വാഗതം. ഗായ്സ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് ഇവിടുത്തെ വേറെ ലെവലൊരു സ്ഥലമാണ്. സംഭവം എന്ന് പറയുമ്പോൾ ഇവിടെ അഘോരികളൊക്കെ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടെ ആണെങ്കിൽ ഒത്തിരി ഹോണ്ടഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അപ്പം ഞാൻ ആ സ്ഥലം ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരാം. ഗോവയിൽ ആരംഭമുള്ളിൽ ബിഗ് ബനിയൻ ട്രീ എന്നാണ് പറയുന്നത്. അവിടെ ഒരു സ്വീറ്റ് ലേക്കൊക്കെ ഉണ്ട്, കാണാൻ പൊളി സ്ഥലമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട, ജോയിൻ വിത്ത് മീ. ഓക്കെ ഗായ്സ്, നമുക്ക് പോകാം. ഗോവയിലൊക്കെ ആളൊക്കെ കുറവാണ് ഗായ്സ്, വലിയ ആളൊന്നുമില്ല. സീസണൊന്നും പഴയ പോലെയൊന്നും അല്ല, ഭയങ്കര ഷോകമാണ്. ഗൈസ്, നാളുകൾക്ക് ശേഷം എൻ്റെ ഫ്രണ്ടായ സോമി, ഞാൻ നിങ്ങൾക്ക് മുമ്പൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടാകും. ഡൈനോസറുകളൊക്കെ കുറിച്ചാണെങ്കിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പുള്ളിയാണെങ്കിൽ ഇതോ അവിടെ നിന്ന് കൈ കാണിക്കുകയാണ്. അപ്പം 19 വയസ്സുണ്ട് ഗൈസ് പുള്ളിക്ക്. പക്ഷേ പുള്ളി ഇപ്പോഴും ട്രിപ്പിംഗ് ആണ്. പുള്ളി ഏകദേശം 56 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പുള്ളി ഇപ്പോൾ മീറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ചങ്ക് ബ്രോ. പുള്ളിക്കാരനെ കൂടെ കാണാൻ വേണ്ടിയാണ് ഞാൻ ആരംഭോളിൽ വന്നത്. ജസ്റ്റ് സേ ഹായ് സോമി. Hi D. Have you been in Goa with camera? Body card. Of course. Yes, just use extreme card. Yeah, it's a record. ഗായ്സ്, നമ്മളാണെങ്കിൽ അങ്ങനെ സോമിയിലൂടെ പോവുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ആ ഒരു അഘോരികളെ കാണാൻ വേണ്ടി കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ലെവലൊരു ഹോണ്ടഡ് പ്ലേസ് ആണ് ഗായ്സ്. ഇത് കണ്ട പാമ്പിൻ്റെ കണ്ട പൊത്താണെന്ന് തോന്നുന്നു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്തൊക്കെ വന്ന സമയത്ത് ഫുള്ള് പാമ്പൊക്കെ ആയിരുന്നു. പാമ്പൊക്കെ ഇഴഞ്ഞു പോണ കാണാം. ലുക്ക് അറ്റ് ദിസ് സോമി. കിളികളെയൊക്കെ ശബ്ദം കേൾക്കാം. ഫുള്ള് കാടാണ് ഗായ്സ്. ഇതേപോലെ പാമ്പിൻ്റെയൊക്കെ പുറ്റുകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. പാമ്പാണോ വേറെ എന്തിൻ്റെയാണെന്ന് അറിയാൻ വയ്യ, ഒരുപാടുണ്ട്. ഇഗോ ഇവിടെ കൂടെ പോണ ഒരു ചടങ്ങാണ് ഗായ്സ്. കുനിഞ്ഞൊക്കെ ഇരുന്നേ പോകത്തുള്ളൂ. നോ ഹലോ ബ്രോ. ഇവിടെയൊക്കെ ആളുകൾ വന്ന് താമസിക്കുന്നതാണ് ഗായ്സ്. ഗായ്സ്, വേറെ ലെവൽ സ്ഥലമാണിത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു മുമ്പ്. ഒരുപാട് മരങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ പോയെന്ന് തോന്നുന്നു. ആരൊക്കെ വന്ന് മുറിച്ച്. ഈ മരത്തിനൊക്കെ നമ്മളെക്കാളും പ്രായമുണ്ട്.
What is good experience? ഗായ്സ്, ഈ ഒരു മരത്തിനെ കണ്ട വേറെ ലെവലാണ്. കണ്ട അതിൻ്റെ റൂട്ടാണെങ്കിൽ വന്നിരിക്കണുണ്ട. ഇതൊക്കെ നമുക്ക് ഈ ഇവിടെ വന്നാൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഗായ്സ് ഇവിടെ വരുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തണം. ബിഗ് ബനിയൻ ട്രീ നമ്മൾ എത്തി ഗായ്സ്. അച്ഛന്മാരെ ഒരു ഹായ് പറയും. ഭയ്യ, വേർ ഈസ് ദ ബാബ? ഗായ്സ്, ഈ മരം ഒടിഞ്ഞു വീണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്ന സമയത്തൊക്കെ ഈ മരം അടിപൊളിയായിരുന്നു. ഇവിടെ വേറെ ലെവലായിട്ടൊരു മരം ഉണ്ടായിരുന്നു, ഒരു വലിയൊരു ആൽമരം. Some illegal immigrants are staying here. Yes. Nice. Anyway, nice. Yeah, mango tree. ഇതൊക്കെ പറഞ്ഞാലും ഗായ്സ് വേറെ ലെവലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ കിട്ടുന്നത്. ഇവിടെ നിന്ന് ഇഞ്ഞുവരെ കയറി വന്ന്, പക്ഷേ ഇവിടെ ബാബായൊന്നും കാണാനില്ല, എല്ലാവരും പോയി. ഇവിടുത്തെ ആ ഒരു ബിഗ് ബനിയൻ ട്രീ അത് മറിഞ്ഞു കിടക്കുകയാണ്, അത് ഒടിഞ്ഞു പോയി. ഇവിടെ വേറെ വലുതായിട്ട് കാണാനൊന്നും ഇപ്പോൾ ഒന്നുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഒരു ബാബ ഉണ്ട്. പക്ഷേ നമ്മളെ കൂടെ ഇപ്പോൾ വേറൊരു ബാബ ഉണ്ട്, നമ്മളെ ഫ്രണ്ട് സോമി. Yes. The new Banyan Baba. എൻ്റെ തൊപ്പി പോയി. ചുറ്റും കാടാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ ഒരു സമയത്ത് കഞ്ചാവ് വലിക്കാനും അതുപോലെ തന്നെ തലയോട്ടിയൊക്കെ മനുഷ്യന് തലയോട്ടിയൊക്കെ കൊണ്ട് ഇവിടെയൊക്കെ വന്നിരിക്കുമായിരുന്നു. ബാബാമാരൊക്കെ, റിയൽ ബാബാമാരൊക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥ അഘോരീസിനെ കാണണമെങ്കിൽ ഒരു സമയത്ത് ഇവിടെ വരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മരമൊക്കെ ആണെങ്കിൽ ഒടിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആരും കാണാനില്ല. ഫുള്ള് ടൂറിസ്റ്റ് സ്പോട്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ആളുകളൊക്കെ വരും, പക്ഷേ ഇപ്പോൾ ഇവിടെ ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടെന്ന് പറയാനൊന്നുമില്ല. കുറേ മരങ്ങൾ മാത്രമേ ഉള്ളൂ. നേച്ചറിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ രീതിയിൽ ഇഷ്ടപ്പെടും. And also having a good place to stay and reflect. ഞാൻ താഴോട്ടൊന്ന് ഇറങ്ങിയാണ് ഗായ്സ്. എന്താണ് നോക്കാം നമുക്ക്. ഇവിടെ ഒരുപാട് വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മരങ്ങളൊന്നും കാണാനില്ല, മൊത്തം ഒടിഞ്ഞു കിടക്കുകയാണ്. വേറെ ലെവലൊരു സ്ഥലമായിരുന്നു ഗായ്സ് ഒരു സമയത്ത്. ഇവിടെ ആളുകൾ പാചകമൊക്കെ ചെയ്ത് ജീവിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ പാത്രങ്ങളൊക്കെ ഇരിക്കണുണ്ടല്ലോ. തിരിച്ചു പോവുകയാണ് ഇവിടെ നിന്ന്. ഇവിടുത്തെ ബാബയൊക്കെ ഓടിപ്പോയി, ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ട്രീ മറിഞ്ഞു വീണതിന് ശേഷം ഇവിടെ ഉള്ളവർ പറയണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ എനർജിയൊക്കെ നശിച്ചെന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഈ ട്രീ സ്വന്തമായിട്ട് തന്നെ മരിച്ചെന്നൊക്കെ പറയണത്. എന്തൊക്കെയോ കുറേ കഥകളൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് വളരെ വിഷമമുണ്ട്. കാര്യം എന്ന് പറയുമ്പം ഇവിടെ നിന്നുണ്ടായിരുന്ന ആ ഒരു ബിഗ് ബനിയൻ ട്രീ ആണെങ്കിൽ മറിഞ്ഞു കിടക്കണം, അത് ഒടിഞ്ഞു വീണ്. ഒരുപാട് ആളുകൾ മുമ്പ് ഇവിടെ വരുമായിരുന്നു, ഒരുപാട് ആളുകൾ, ഒരുപാട് സ്വാമിജിമാർ. പക്ഷേ അടിപൊളി സ്പോട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം മാറി. ഓക്കെ, നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഗായ്സ്. ഇത് കണ്ട മലയാളികളാണല്ലേ ഗായ്സ്, വീണ്ടും മലയാളികൾ. എവിടെ നോക്കിയാലും മച്ചാന്മാരേ ഉള്ളു. നിങ്ങൾ തന്നെയല്ലേ വീണ്ടും. ഓക്കെ, ശരി മച്ചാനെ, കാണാം ഗായ്സ്. ഒരു രക്ഷയില്ല കേട്ടോ ഈ സ്ഥലം. ഓക്കെ ബ്രോ. I've seen tigers, leopards, elephants, and thousands of monkeys. Monkeys also dangerous sometimes, especially the big ones. Oh yeah. They are taking the people. ജംഗിൾ സഫാരി. ഗായ്സ്, ഇവിടെയുണ്ട് ചിതൽപുറ്റ്. ലുക്ക് അറ്റ് ദിസ് ഗായ്സ്. ഇവിടെ വരുന്നവരൊക്കെ ഫേസിലാണെങ്കിൽ ഇത് വാരി തേക്കും. ഞാനും പോയി തേക്കാൻ പോണം.
നീ കഴിക്കുന്നില്ല ഗായ്സ്? ഒരു രക്ഷയില്ല, നല്ല തണുപ്പുണ്ട് വെള്ളം. എന്നെ കണ്ടില്ലേ, വേറെ ലെവലല്ലേ ഗായ്സ്? ഗോവയിൽ വന്നാൽ ഇവിടെ ഉള്ള എല്ലാ ക്രൈസി തിങ്സും നമ്മളാണെങ്കിൽ ട്രൈ ചെയ്യണം. അപ്പോൾ അതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഷ്കർ ബാബ സരിഗമ വദനിസ. ഞാൻ ബാബ ആയി. അല്ലമീൻ ബാബ. ചവടി കാലി कुछ भी हो सकता है. എന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ എല്ലാവരും വന്നോളൂ. സോമി ബാബ അല്ലമീൻ. പൊളി മാൻ, ഒരു രക്ഷയില്ല. ഇതൊക്കെയാണ് വൈബ്. ബ്രദറിനെ കണ്ടോ? ജസ്റ്റ് സേ ഹായ്. യു ഗോയിങ്. നമ്മളെ പയ്യന്മാർ അവനെ ഹെൽപ്പ് ചെയ്യാണ്. ഇത് നമ്മളെ പുതിയ മച്ചാനാണ്. ഹായ് ഓർ കളിയാ. ഫുള്ള് വൈബ്. മഹാ പ്രകൃതി വരദാനാണ്. അവൻ വെള്ളം കൊണ്ടുപോവുകയാണ് അവൻ്റെ കുടുംബത്തിന് വേണ്ടി. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റ് പെട്ട് കിടക്കുകയാണ് ഗായ്സ്. പാവം പയ്യൻ. ഒരു രക്ഷയില്ലാത്ത ബീച്ചാണ് ഗായ്സ്. ഇതൊരു ഹിഡൻ പ്ലേസ് ആണ്. ചിലർക്ക് മാത്രമേ ഈ സ്ഥലം അറിയാവുള്ളൂ. Guys, guys, ഒരു രക്ഷയില്ലാത്ത സാധനം. ട്രെയിൻ ക്യാച്ചർ ഗായ്സ്. സ്വല്പം മ്യൂസിക് കേൾക്കാം. പയ്യൻ പാട്ട് പാടാൻ പോവുകയാണ്. ഗുഡ് ബ്രദർ, താങ്ക്സ് ഗായ്സ്. വേറെ ലെവലാണ് ഗായ്സ് ഇവിടെയൊക്കെ. ആരംഭോൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗായ്സ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ടൂറിസ്റ്റ് ഇല്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം ഉണ്ട് ഇവിടെ ഗായ്സ്. ഒരു വൈബ് സാധനം കണ്ടോളൂ. ഗുഡ് ഗുഡ്. ഇറ്റ്സ് യുവർ ഡോഗ് മാൻ. യാ, എൻജോയ് ഗായ്സ്. ഒരു രക്ഷയില്ല. ജസ്റ്റ് സേ ഹായ്. പീപ്പിൾ ആർ സീയിങ്. ഇതൊക്കെയാണ് ഗായ്സ് ഇവിടുത്തെ വൈബ്. ാണ് ഗായ്സ്. ഗോവയിലൊക്കെ വന്നാൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഒരു രക്ഷയില്ലായിരുന്നു. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളൊക്കെ ഉറപ്പായി ഇവിടെ വന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. അതൊക്കെ ഒരു ത്രില്ലാണ്, ഒരു വേറെ ലെവൽ ഫീലാണ് ഗായ്സ്. ഇത് കണ്ട സൗണ്ട് കേട്ടോ നിങ്ങൾ? വെള്ളം ഒഴുകണം. ഇതൊക്കെ ചില സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇത്ര ക്ലീൻ വാട്ടറാണെന്ന് അറിയാമോ? ഇത് കണ്ടോ ഗായ്സ്? ഇവിടെ നിന്ന് ഇവർ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ മോട്ടർ വെച്ചിരിക്കുന്നുണ്ടോ? അത്ര നല്ല അടിപൊളി വെള്ളമാണ്, ശുദ്ധമായ വെള്ളമാണ്. അതുകൊണ്ടായിരിക്കാം. സോമിയാണെങ്കിൽ നമ്മളെ അഷ്കറിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. ഇതാണ് ഇവിടുത്തെ സീറ്റ് ലേക്ക്. ഗായ്സ് ഇത് കണ്ടോ ഗായ്സ്? കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കണ ഗായ്സ്. ഇതൊക്കെ നമുക്ക് ചില സ്ഥലങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ ജീവിതത്തിൽ. അങ്ങനെ ഒരു സ്ഥലമാണിത്. രക്ഷയില്ല. അടിപൊളി ഒരു സ്ഥലമാണ് ഗായ്സ്. ആരംഭോളിൽ വന്നാൽ എല്ലാവരും വരണ ഒരു സ്ഥലമാണ് സീറ്റ് ലേക്ക്. സൂപ്പർ സ്ഥലമാണിത്. അടിപൊളി സ്ഥലമാണ് ഗായ്സ്.
ജീവിതത്തിൽ ഒരു തവണയെങ്ങനെ നിങ്ങളൊക്കെ ഈ സ്ഥലം വന്ന് സന്ദർശിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ആരമ്പോൾ സ്വീറ്റ് ലേക്ക്. ഗൈസ്, ഈ ഇരിക്കുന്ന പുള്ളി വേറെ ലെവലിൽ ഫേമസ് ആണ്. ബ്രദർ, ഐ സോ യു ഇൻ ഇൻസ്റ്റാഗ്രാം. യു ആർ ഓസം മാൻ. താങ്ക്സ്. നമ്മുടെ സ്വാമിയാണെങ്കിൽ പോകാൻ പോവുകയാണ്. അപ്പം നമ്മളും പോകാൻ പോവുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. മറ്റു വീഡിയോ കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ഐ മീൻ ടേക്ക് കെയർ ഗൈസ്. ബൈ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന് താളി ഓടാ.